സൗത്ത് അമേരിക്കയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള കാൻകൂൺ, മെക്സിക്കോയിലെ കാൻകൂണിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. എന്താ പറയാ മക്കളെ, അടിപൊളി വൈബ് എന്ന് പറഞ്ഞാല് ബീച്ചൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ട്രാവൽ വണ്ടിയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായിട്ടുള്ള രാജ്യമായിട്ടുള്ള മെക്സിക്കോയിലെ കാൻകൂൺ, സഞ്ചാരികളുടെ പറുദീസ എന്ന് പറയുന്ന മെക്സിക്കോയിലെ കാൻകൂൺ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതായത് അതിസമ്പന്നന്മാരായാലും അവരുടെ അവധിക്കാലം ആഘോഷമാക്കി മാറ്റാൻ ചൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മെക്സിക്കോയിലെ കാൻകൂൺ എന്ന് പറയുന്ന ഈ ടൂറിസ്റ്റിക് സ്പോട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ബീച്ചുകളും സാൻഡി ബീച്ചുകളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കരീബിയൻ കടലൊക്കെ എൻജോയ് ചെയ്യാനും, അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡും, മെക്സിക്കൻ ഫുഡ് എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഞ്ചാരികളാണ് ശരിക്കും ഇവിടെ വന്നു ചേരുന്നത്. US-ലും കാനഡയിലും അതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ വിൻ്ററിൻ്റെ സമയത്ത് മെക്സിക്കോയിൽ നല്ല അടിപൊളി വെതറാണ്. അപ്പോൾ ആ വെതർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഞ്ചാരികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ കാൻകൂൺ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു ചേരും. ഞാൻ മെക്സിക്കോ ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡയിൽ ഇപ്രാവശ്യം പണ്ടാറടങ്ങിയ തണുപ്പായിരുന്നു കേട്ടോ. മഞ്ഞ് വീണിട്ട് ആകെ സ്വീപ്പായിട്ട് നടക്കാൻ പറ്റാത്തൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തപ്പോഴാണ് ഒരു വെക്കേഷൻ എടുത്തു കളയാം, എവിടെയെങ്കിലും നല്ല വെതറുള്ളൊരു സ്ഥലത്ത് പോയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാമെന്ന് ആലോചിച്ചപ്പോഴാണ് മെക്സിക്കോയിലെ കാൻകൂൺ ഞാൻ ചൂസ് ചെയ്തത്. ഹാലിഫാക്സിൽ നിന്നായിരുന്നു നമ്മളെ ഫ്ലൈറ്റ്. ഹാലിഫാക്സ് ടൊറൻറ്റോ ടു കാൻകൂൺ. കനേഡിയൻ വിസ ഉള്ള ആളുകൾക്ക് മെക്സിക്കോ പോലുള്ള കരീബിയൻ കൺട്രീസിൽ പോകാൻ വേണ്ടിയിട്ട് വിസേൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, കനേഡിയൻ വിസ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കരീബിയൻ കൺട്രീസ് ആയിട്ടുള്ള മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 8 മണിയോട് കൂടിയാണ് നമ്മൾ വൈകുന്നേരം അവിടെ വന്ന് ഇറങ്ങുന്നത് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് ഏകദേശം റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ എടുത്തു. ടാക്സി വഴിയാണ് നമ്മൾ പോയത്. പക്ഷേ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഊബർ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ബസ് ബുക്ക് ചെയ്തിട്ട് പോവുക. ഏകദേശം ഒരു 8 മണിയോട് കൂടിയാണ് നമ്മൾ വൈകുന്നേരം അവിടെ വന്ന് ഇറങ്ങുന്നത് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് ഏകദേശം റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ എടുത്തു. അപ്പോൾ നമ്മൾ മെക്സിക്കോയിൽ ഫസ്റ്റ് ഡേ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനോഹരമായിട്ടുള്ളൊരു ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇവിടുത്തെ ബീച്ചുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മളെ ഗോവൻ സ്റ്റൈലാണെങ്കിലും കുറേ കൂടി നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലാൻഡുകളിലുള്ള മനോഹരമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ല കിടിലൻ ബീച്ചുകളുണ്ടല്ലോ, അതിനോട് സാമ്യമുള്ള നല്ല അടിപൊളി ബീച്ചുകളാണ് ഇവിടെ. മെക്സിക്കൻ ഇഗ്വാന എന്ന് പറയുന്ന ഒരു തരം ജീവിയാണ് കേട്ടോ. നമ്മളെ ഈ കോഴിക്കോട് വടകര ഭാഗത്തൊക്കെ ഉടുമ്പുണ്ടാവുമല്ലോ, അതുപോലെ അത് ഫസ്റ്റ് കണ്ടപ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നിക്കളും, പിന്നെ അത് നടക്കുന്നിടത്തൊക്കെ അത് എല്ലാ സ്ഥലത്തുണ്ട്. അങ്ങനത്തെ ഒരു ജീവിയെ മെക്സിക്കോയിൽ കണ്ടു. അതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ലഞ്ച് എന്ന് പറയുന്നത് മെക്സിക്കൻ ടാക്കോ ആണ്. മെക്സിക്കൻ ടാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടിപ്പിക്കലായിട്ടുള്ളൊരു ഫുഡാണ് മെക്സിക്കോയിൽ. പക്ഷേ നമ്മൾ മെക്സിക്കൻ ഫുഡിനെ കുറിച്ചുള്ള മെക്സിക്കൻ ടാക്കോസ്, നാച്ചോസ്, അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡ് മുതലായ കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അടിപൊളി കിടിലൻ ഫുഡ് വ്ളോഗ് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മളീ കാണുന്ന ആളുകളൊക്കെ അവരുടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നൊരു സമയമാണ് കേട്ടോ. എല്ലാ സ്റ്റാർ ഹോട്ടലിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഹോട്ടലുകളുടെ ഫ്രണ്ടിൽ നമുക്ക് ബസ് സ്റ്റോപ്പുകൾ കാണാൻ കഴിയും. കാൻകൂൺ എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയിലെ ആളുകളുടെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ടൂറിസമാണ് കേട്ടോ. അപ്പോൾ ഈ എംപ്ലോയീസ് ഒക്കെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ്റും ടൂറിസ്റ്റ് കമ്പനീസൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ലൈഫാണ് കേട്ടോ. നൈറ്റ് ലൈഫ് അടിപൊളിയാണ്, നല്ല അടിപൊളി. നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഫുഡ് എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല മെക്സിക്കൻ സൽസ കേട്ടുകൊണ്ട് നമുക്ക് നല്ല വൈൻ ആസ്വദിക്കാം. അതുപോലെ തന്നെ ടെക്കീല പോലുള്ള നല്ല അടിപൊളി ഡ്രിങ്ക്സുകൾ നമുക്ക് എൻജോയ് ചെയ്യാം. അങ്ങനെ ഒരുപാട് നൈറ്റ് ആക്ടിവിറ്റീസ് നമുക്കിവിടെ ചെയ്യാനുണ്ട് ഇപ്പോൾ മെക്സിക്കോയിലെ കാൻകൂൺ എന്ന് പറയുന്ന സ്ഥലത്ത്. മാത്രമല്ല മൊത്തം സ്ഥലങ്ങളും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കളർഫുള്ളായിട്ട് കാണാൻ പറ്റും. ഒരുപാട് നല്ല സുവനീർ ഷോപ്പുകളും, അതുപോലെ തന്നെ ഷോപ്പുകളിലെ ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പെരുമാറാൻ അറിയുന്ന ആളുകളാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ സഞ്ചാരികളോട് നല്ല തമാശയൊക്കെ പറഞ്ഞ് ഒന്ന് ചിരിപ്പിച്ച് ആളുകളെ സോപ്പിട്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കാൻ അവർക്കറിയാം. കാനഡയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധനങ്ങൾക്കും അതുപോലെ തന്നെ സർവീസിനൊക്കെ വളരെ എക്സ്പെൻസീവ് കുറവാണ് കേട്ടോ ഇവിടെ. ഒരു കനേഡിയൻ ഡോളർ ഇവിടെ വരുന്നത് മെക്സിക്കൻ പെസോയിൽ വരുന്നത്
14+ മെക്സിക്കൻ പെസോ ആണ് വരുന്നത്. അതുപോലെ നമ്മൾ ഒരു മെക്സിക്കൻ പെസോ ഇന്ത്യൻ റുപ്പിയിൽ വരുമ്പോൾ 4+ സംതിങ് അങ്ങനെയാണ് വരുന്നത്. ഒരുപാട് ഇന്ത്യക്കാരെ ഞാൻ ഇവിടെ കണ്ടിട്ടോ, ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന, അധികം ഉള്ളത് നോർത്ത് ഇന്ത്യൻ ഭാഗത്തു നിന്നാണ് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഒന്നാമത്തെ ദിവസം പറയാനുള്ളത്. ഒന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെതറുമായിട്ടൊന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സമയം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ദിവസം ഒരുപാട് നല്ല വൈഡായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ചിച്ചുൺ ഇറ്റ്സ പോലുള്ള വേൾഡ് വണ്ടർ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ എല്ലാം വീഡിയോ വഴിയേ വരുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. How is Mexico?